കുറച്ചും കൂടെ കുറക്കാനുണ്ടല്ലേ? ഉണ്ണിക്കൂടെ വേണം. ഓക്കെ, Welcome back to Immunity channel. Welcome back, guys. Like this series is basically me taking you along in being able to improve my health. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഞാൻ ഈ സീരീസ് ചെയ്യുന്നതെന്നുള്ളത്. ടുഡേയ്സ് വീഡിയോ ഇസ് ബേസിക്കലി മീ ട്രൈങ് ടു എഡ്യൂക്കേറ്റ് യു അബൌട്ട് എൻ്റെ ജേർണിയിൽ വാട്ട് ആർ ദ റൈറ്റ് മാർക്കേഴ്സ് ദാറ്റ് വിൽ ബി ട്രാക്കിംഗ്. ഓക്കെ, സയൻറ്റിഫിക് മാർക്കേഴ്സ് എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്യേണ്ടത്, വെയിറ്റ് കുറഞ്ഞോ എന്ന് മാത്രം നോക്കരുത്. ഈ വെയിറ്റ് കുറഞ്ഞു ഫാറ്റ് ലോസ് ജേർണി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. സോ ലെറ്റ്സ് ബി മോർ സ്പെസിഫിക്. എൻ്റെ കഴിഞ്ഞൊരു 5 ഇയേഴ്സിൻ്റെ കരിയറിൻ്റെ ഭാഗമായിട്ട് ലൈക്ക് ഐ ഹവ് ബീൻ ഏബിൾ ടു ഹെൽപ്പ് പീപ്പിൾ ഹൂ കം ടു മീ വിത്ത് ഡയബറ്റിസ്, PCOD, weight loss, weight gain, gut issues. All of these clients actually come to me after having tried multiple things relating to diet, like sugar cut, fasting try ചെയ്തിട്ടുണ്ട്, keto try ചെയ്തിട്ടുണ്ട്, കേൾക്കാത്ത എന്തൊക്കെയോ പേരുള്ള ഡയറ്റൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. But one thing that has been common with all of these people is they were very unhappy trying it. They were probably never going to continue it long term. ചെയ്യുന്നതിൽ വലിയ റിസൾട്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് ചാൻസസ് ആർ ഇപ്പോൾ അവർ അങ്ങനത്തെ ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ദേ വുഡ് ഹാവ് പ്രോബബ്ലി ബീൻ മോർ അൺഹാപ്പി ആൻഡ് അൺഹെൽത്തി ഇൻ ദ ലോങ് റൺ. So ഇതിൽ നിന്ന് തന്നെ ഇറ്റ്സ് പ്രിറ്റി ക്ലിയർ ദറ്റ് ദ തിങ്സ് ദറ്റ് വി ഡു ഫോർ ഹെൽത്ത്, ഫോർ ക്രിയേറ്റിംഗ് ഹെൽത്ത് ഇസ് മോസ്റ്റ് ഓഫൻ നോട്ട് വെരി എൻജോയബിൾ, നോട്ട് വെരി സയൻറ്റിഫിക്, because of which chances of you continuing in long term is very unlikely. So in this video, let me educate you on how I am going to be tracking the markers of health. So this is going to be a very vulnerable video where you get to see my blood works, my body composition assessments, etc., etc. The thing is, you have to stop looking at health as somewhere you have to reach in 30 days. അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഞാൻ എത്തും, ഇപ്പോൾ ഈ 75 ഹാർഡ് അങ്ങനത്തെയൊക്കെ ഇറ്റ്സ് ഗുഡ് ഇഫ് യു ആർ ലൈക്ക് ട്രൈയിങ് ടു ലെവൽ അപ്പ് യുവർ ഗെയിം. പക്ഷേ ഒരു അൾട്ടിമേറ്റ് ഹെൽത്ത് ഫിക്സറായിട്ട് അതിനെ കാണരുത്. 75 ഡേയ്സ് കഴിഞ്ഞാൽ ഹൗ വിൽ യു ലിവ് ഓൺ യുവർ 76th ഡേ? ദാറ്റ്സ് പ്രോബ്ലി വാട്ട്സ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ the first thing that you need to do if you're trying to fix your health is ask yourself like what went wrong, what are the areas that I need to probably address in my lifestyle. It could not even be mostly diet to exercise aanennilla, it could be the stress that you're going through, it could be your erratic sleep. Avadeyekku oru 75 day hard edukkunnathu might not be the right way to approach your problem. So the first step is understanding what are the problems that I'm currently facing. Ee problems assess cheyan vendi njan currently track ചെയ്യാവുന്ന മാർക്കേഴ്സിനെ let us divide into 3 markers. The first marker that we are going to be tracking is something called your metabolic health. Metabolic health എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് വി ഓൾ ഹിയർ ദ ടേം മെറ്റബോളിസം. ആൾക്കാർ പലപ്പോഴും അത് ഉപയോഗിക്കുന്നത് ഞാൻ എത്ര കഴിച്ചാലും തടി വെക്കാറില്ല, അതുകൊണ്ട് എൻ്റെ സൂപ്പർ മെറ്റബോളിസം ആണ് എന്നുള്ളതാണ്. ഈവൻ ദോ ഇറ്റ്സ് സ്ലൈറ്റ്ലി റൈറ്റ്, ദറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മെറ്റബോളിസം ഈസ് ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരം ഹൗ എഫക്റ്റീവ്ലി ഇറ്റ് ഈസ് ഏബിൾ ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ. അതിനെ ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ആ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ബ്ലഡിൽ അത് ഗ്ലൂക്കോസായി എത്തി ഈ ബ്ലഡിലിരിക്കുന്ന ഗ്ലൂക്കോസിനെ എല്ലാ സെൽസിൻ്റെ അകത്തോട്ടും കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് the ultimate process of metabolism. How well your body is able to do this process so that your body can make use of the food that you're eating is the metabolic health that we're talking about. ഈ മെറ്റബോളിക് ഹെൽത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു വാല്യൂ ഇസ് സംതിങ് കോൾഡ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഈ പറയുന്ന ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്നും സെൽസിൻ്റെ അകത്തോട്ട് കയറ്റുന്ന ദ ഹോർമോൺ ദാറ്റ്സ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. ശ്വാസം മുട്ടത് ഗൈസ്, എനിക്ക് ആരോഗ്യമില്ല എന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും ആൾക്കാരടുത്തൊക്കെ എൻ്റെ അമ്മ ഞാൻ എന്തോന്നുപ്പിൻ്റെയാ. അപ്പോൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ പൊതുവേ ഒരു കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ അസസ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ എൻ്റെ ആരോഗ്യം നല്ലതാണോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നൊരു വാല്യൂ പലപ്പോഴും ഫാസ്റ്റിംഗ് ഇൻസുലിൻ അല്ല. കാരണം ഇറ്റ്സ് ഒരു പ്രിവെൻറ്റീവ് ഹെൽത്തിൽ വരുന്നതാണ്. ഇത് കേൾക്കും പല ആൾക്കാരും ഞാൻ ഫാസ്റ്റിംഗ് ഇൻസുലിനൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ആയിരിക്കാം. അപ്പോൾ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും ഫാസ്റ്റിംഗ് ഇൻസുലിനും രണ്ടാണ്. ഗ്ലൂക്കോസ് ഇസ് ദ ന്യൂട്രിയൻറ്റ്, ഇൻസുലിൻ ഇസ് ദ
ഹോർമോൺ. അപ്പോൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുന്നത് ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് ഒരു പ്രിവെൻറ്റീവ്. നിങ്ങളുടെ ബോഡി നന്നായിട്ട് ഈ പ്രോസസ്സ് നടത്തുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ട്രാക്കറാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. എല്ലാ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്ന ലാബിലും ദേ ഡൂ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വെരി സ്പെഷ്യൽ ടെസ്റ്റ് അല്ല. ഓൾമോസ്റ്റ് ഓൾ ലാബ്സ് ഡൂ ഇറ്റ്. ഇറ്റ്സ് കോൾഡ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഫാസ്റ്റിങ്ങിലായിരിക്കണം ചെയ്യേണ്ടത്. ബേസിക്കലി നിങ്ങളുടെ ബ്ലഡിൽ എത്ര ഡൈജഷനൊക്കെ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് നിങ്ങളുടെ ബ്ലഡിൽ എത്ര റെമിനൻ്റ് ഇൻസുലിൻ ഉണ്ട് എന്ന് അസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ മെറ്റബോളിസം അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഇപ്പോൾ കാണുന്ന ടേബിളിൽ ഞാൻ ഈ ചെയ്തിട്ടുള്ള ബ്ലഡ് വർക്കുകളെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഐ എം ഓൾസോ റൈറ്റിംഗ് ഡൗൺ ദി ഓപ്റ്റിമൽ വാല്യൂസ്. സോ ടേക്ക് എ സ്ക്രീൻഷോട്ട്, റൈറ്റ് ഇറ്റ് ഡൗൺ, ബട്ട് ദീസ് വാല്യൂസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും ഇൻസുലിൻ ചെയ്യുമെങ്കിൽ പോലും വി മൈറ്റ് ഗെറ്റ് distracted or misled by the optimal range that is written on the right side of the blood work. അവിടെ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് you are trying to be healthy, you are not just trying to be away from diseases. Optimal range of fasting insulin should be less than 10. Ideally പറയുന്നത് 5-നും 7-നും ഇടയിലായിരിക്കുക എന്നുള്ളതാണ്. എനിത്തിങ് ബിയോണ്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിനെ ഹാൻഡിൽ ചെയ്യാൻ ഹൈ ലെവൽസിൽ ഇൻസുലിനെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ ബേസിക്കലി യുവർ ബോഡി ഈസ് ഓവർ വർക്കിംഗ്, യുവർ ഇൻസുലിൻ ഈസ് ഹാവിങ് ടു ഡു മോർ ജോബ് എന്നുള്ളതാണ് എനി ലെവൽ അബവ് 7 ഇൻഡിക്കേറ്റ്സ്. ഒരു ഹെൽത്തി ലെവൽ ഓഫ് മെറ്റബോളിക് ഹെൽത്ത് ഇസ് ബിറ്റ്വീൻ 5 and 7. The second most crucial value in terms of metabolic health is something called HbA1c. I think HbA1c പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ള കുറച്ചും കൂടി കോമൺ വാല്യൂ ആണ്. HbA1c is basically 3 മാസത്തെ നമ്മുടെ ആവറേജ് ആയിട്ട് ബ്ലഡിൽ കിടക്കുന്ന ഷുഗറിൻ്റെ അളവാണ്. I know this sounds boring, this is not something that everyone wants to learn, but the thing is, one thing I tell my clients is നിങ്ങളുടെ ആരോഗ്യം നന്നാക്കണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ മാത്രം അറിഞ്ഞാൽ പോരാ ഇങ്ങനത്തെ കാര്യങ്ങൾ. You also need to understand the basics of what these values mean. HbA1cയുടെ ഹെൽത്തി ലെവൽ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് അല്ല എന്ന് പറയുന്നതിൻ്റെ പൊതുവെയുള്ള ലെവൽ 6-ന് താഴെയാണ് പറയുന്നത്. പക്ഷേ ദാറ്റ് അഗൈൻ ഇസ് നോട്ട് എൻ ഓപ്റ്റിമൽ റേഞ്ച്. 5.6-ന് താഴെ നിൽക്കുന്നത് ഇസ് കൺസിഡേർഡ് ഓപ്റ്റിമൽ ഹെൽത്തി ലെവൽസ് ഓഫ് യുവർ ബോഡി ഡൂയിങ് എ ഗുഡ് മെറ്റബോളിക് ഹെൽത്ത്. ബട്ട് ഇവിടെ മോസ്റ്റ് ഓഫൻ വാട്ട് ഹാപ്പൻസ് ഇസ് HbA1c ചിലപ്പോൾ 5.6 or 5.7 ഒക്കെ ആയിരിക്കാം. ആ വാല്യൂ കണ്ടിട്ട് യോ ലൈക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾ ഹാപ്പി. ബട്ട് ഇവിടെ ആയിരിക്കും ചാൻസസ് ആർ ഇഫ് യു ഗോ ബാക്ക് ഇൻ ഡു യുവർ ഫാസ്റ്റിംഗ് ഇൻസുലിൻ, it might not be in the optimal range. It can be somewhere between 15 or 20. പലപ്പോഴും ആ വാല്യൂ കണ്ടിട്ട് റേഞ്ച് 25-ന് താഴെയല്ലേ ഐ എം ഓക്കെ, ഐ എം ഗുഡ് ടു ഗോ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദിസ് ഇൻഡിക്കേറ്റ്സ് ദറ്റ് യു ആർ പ്രോബബ്ലി ഓൺ യുവർ വേ ടു ഡയബറ്റിസ് വരണമെന്നില്ല, ബട്ട് ഇവൻച്വലി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദറ്റ് യു ആർ ഓൺ യുവർ വേ ടു ഹാവിങ് സം സോർട്ട് ഓഫ് എ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ വിച്ച് കൻ ഇൻക്ലൂഡ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻസ് ആയിരിക്കാം, ഹാർട്ട് ഡിസീസസ് ആയിരിക്കാം, ഈവൻ അൽഷിമേഴ്സ് ആൻഡ് സീരിയസ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും ബ്രെയിൻ ഡിസോർഡേഴ്സും ന്യൂറൽ കണ്ടീഷൻസ് വരെ വരാൻ ചാൻസ് ഉള്ളതിൻ്റെ ഒരു പ്രീ കേഴ്സറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ markers. So these are 2 very important things that we'll be tracking. Another thing is called uric acid. Uric acid പല ആൾക്കാരും ജോയിൻറ്റ് പെയിൻ വരുമ്പോൾ നോക്കുന്നതാണ്. പക്ഷേ ഒരു ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് അസസ് ചെയ്യാനും മെറ്റബോളിക് ഹെൽത്തിനും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് യൂറിക് ആസിഡ്. ഇറ്റ് ഷുഡ് ഐഡിയലി ബി ലെസ് ദൻ 5.5. Okay. Another thing that we'll be tracking is something called vitamin D. As we all know, പല ആൾക്കാർക്കും ക്ഷീണവും ജോയിൻറ്റ് പെയിനും വരുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ക്ലയൻസിൽ ഒരു 90-95% ആൾക്കാരുടെയും ഒപ്റ്റിമൽ റേഞ്ച് അല്ല. ലൈക്ക് വി നോ മോസ്റ്റ് ഓഫൻ നമ്മൾ നോക്കുന്ന പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, നല്ല അളവിലാണോ എന്നുള്ളതും കൂടെ ദോസ് ആർ 2 ഡിഫറെൻറ്റ് വാല്യൂസ്. ഓക്കെ. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലിപ്പിഡ് പ്രൊഫൈൽ മാർക്കേഴ്സ് ഇതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് വിൽ ബി ഡൂയിങ് എ വെരി ഡീറ്റെയിൽ വീഡിയോ ഓർ ജസ്റ്റ് റീച്ച് ഔട്ട് ടു മീ, ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു. അമ്മേ, ഇതെന്താ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്ന മെറ്റബോളിക് വാല്യൂസ്. ഇതൊക്കെ പബ്ലിക്കായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ്. കാരണം ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് മാർക്കേഴ്സ് ആൻഡ് യു ക്യാൻ കറക്റ്റ് ദീസ് മാർക്കേഴ്സ് ആൻഡ് യു നീഡ് ടു ടെസ്റ്റ് ദീസ് മാർക്കേഴ്സ്. ഓക്കെ. ഇതാണ് പാർട്ട് നമ്പർ 1 ഓഫ് വാട്ട് വി ആർ അസസിങ്. രണ്ടാമത്തത് ബോഡി കോമ്പോസിഷൻ. ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ തവണ പറഞ്ഞു. വൺ ഓഫ് ദ മേജർ റീസൺസ് വൈ ഐ got an alarm that I need to do something was my body composition. Weight track ചെയ്യാതെ weight is trying to just tell you something that there's something wrong. The correct markers are body composition. I think I already explained this in my first video. നിങ്ങളുടെ വെയ്റ്റിൻ്റെ പല പല കമ്പോണൻസ് ആണ് ഫാറ്റ്, മസിൽസ്, ബോണ്, വാട്ടർ, ഓർഗൻസ്. ഇതിൽ ഫാറ്റിനെയും മസിലിനെയും ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ബോഡി കോമ്പോസിഷൻ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഒരു healthy female body, you need to have about 25 kg of skeletal muscle and a male body needs to have about 30 kg.
ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയുണ്ട് എന്നറിയുകയാണ് സ്റ്റെപ്പ് നമ്പർ 1. ഇൻ ദ പ്രോസസ് ഓഫ് യു വർക്കിംഗ് ഔട്ട്, if your fat percentage is not coming down, then you need to rethink the kind of exercise that you do. So your exercise need to be scientifically built that way. Exercise in the science എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ we'll talk detail. I don't want to lengthen this video. Along with body composition, കുറച്ചും കൂടി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർക്കേഴ്സാണ് ഫിസിക്കൽ അസസ്മെൻറ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര ചെയ്യാം, ഓർ പുള്ളപ്പ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പുള്ളപ്പ് ചെയ്യാൻ നോക്കുന്ന ആളാണ്, ഇതുവരെ എനിക്ക് പുള്ളപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ വാൾ സെറ്റ് എത്ര നേരം ചെയ്യാൻ പറ്റും, പ്ലാങ്ക് എത്ര നേരം നിൽക്കാൻ പറ്റും. അപ്പോൾ ദീസ് ആർ നമ്പേഴ്സ് ദാറ്റ് റിയലി ഹെൽപ്പ് യു മോട്ടിവേറ്റ്. ഇപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫസ്റ്റ് ടൈം ഐ സ്റ്റുഡ് ഒരു 3 minute plank, 4 minute plank. I was like super excited, but I can't do that now. But these markers also help you motivate and progress. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാക്കർ ഇസ് യുവർ ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ്. ദാറ്റ് ഇസ് വാട്ട് ഐ ബേസിക്കലി സെഡ്. ബാക്കി എല്ലാം സൂപ്പറായി, ബട്ട് യു ഡോണ്ട് ഫീൽ ഗ്രേറ്റ്, യു ഫീൽ അൺഹാപ്പി, യു ആർ ഇറിറ്റബിൾ, യു ഡോണ്ട് ഫീൽ ഗ്രേറ്റ്. ദാറ്റ്സ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് മാർക്കർ ദാറ്റ് വി നീഡ് ടു ട്രാക്ക്. സോ ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റിൻ്റെ അടിയിൽ യുവർ ഡൈജസ്റ്റീവ് ഹെൽത്ത്, how's your bowel. Your bowel is also trying to tell you something. I know most people don't really look at their bowel, but it's a very important information it's trying to give you. How is your sleep quality? ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ നിങ്ങളുടെ ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റും ഉണ്ട്. ദർ ആർ ഓൾസോ ലൈക്ക് ഐ എം വെയറിങ് എ ഫിറ്റ്ബിറ്റ്, ദിസ് ഹെൽപ്സ് യു ട്രാക്ക് യുവർ സ്ലീപ്പ് ക്വാളിറ്റി. പക്ഷേ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. യു നീഡ് ടു ഓൾസോ ബി ഏബിൾ ടു മേക്ക് ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ് വിത്ത് ദ മാർക്കർ. മാർക്കർ സൂപ്പർ, പക്ഷേ യു ഡോണ്ട് ഫീൽ ഗ്രേറ്റ്. Again, you need to be able to have a good balance with that. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ട് how do you feel, your energy, your skin quality, your hair health, your energy levels throughout the day, how you wake up, your digestive health, your mental health, your ability to think, your coordination, all of these are also very important markers. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ ശരിക്കും ട്രാക്ക് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ട്രാക്ക് ചെയ്യാതെ വരുത്തുന്ന ഒരു ചേഞ്ചസും ഇറ്റ്സ് നോട്ട് റിയലി helping you make the right choices, or you don't know if you're still in the right direction. 10 കിലോ കുറഞ്ഞു, കാണാനും സൂപ്പറായി, പഴയ ഉടുപ്പൊക്കെ ഫിറ്റായി, പക്ഷേ യു ഫീൽ ലൈക്ക് ഷിറ്റ്, യുവർ stomach is not feeling great, you can't eat any food, you have gastritis, your skin is breaking out, you feel depressed, ഉറക്കം കിട്ടുന്നില്ല, then what's the point of losing the weight? അപ്പോൾ let us improve your health and let the weight be a byproduct of your health. Make sense? അപ്പോൾ this is what I am going to be tracking. I will be giving you updates on where I stand. This is in a way making me also more accountable. Okay, so come along and track. Like, share and subscribe.